നമസ്കാരം. ICC T20 ലോകകപ്പിൽ ഇന്ത്യക്ക് പുതിയ ഓപ്പണിംഗ് കോമ്പിനേഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഇടിവെട്ട് ഓപ്പണറും ഇതിഹാസ താരവുമായ വീരേന്ദർ സെവാഗ്. നിലവിലെ റിപ്പോർട്ടുകൾ തന്നെ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ലോക 1-ാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മയും മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണുമാണ് എന്ന് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡികളായി എത്തുന്നത് കൂടി പറയണം. സൗത്ത് ആഫ്രിക്കയുമായുള്ള T20 പരമ്പരയിലെ അവസാന മത്സരത്തിൽ സഞ്ജു അഭിഷേക് ജോഡി വീണ്ടും ഒന്നിച്ചതോടെ ഇക്കാര്യം ഉറപ്പാവുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഓപ്പണിംഗ് ജോഡികളെ കുറിച്ച് വീരു ഞെട്ടിക്കുന്ന അഭിപ്രായ പ്രകടനം നടത്തിയത്. ഇതേക്കുറിച്ച് അറിയാൻ തന്നെ T20 ലോകകപ്പിൽ ഇന്ത്യൻ ഓപ്പണറായി വെടിക്കെട്ട് ബാറ്ററുമൊക്കെയായ വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷനെ കളിപ്പിക്കാമെന്ന ഞെട്ടിക്കുന്ന നിരീക്ഷണമാണ് വീരേന്ദർ സെവാഗ് നടത്തിയിരിക്കുന്നത്. ഇതിന്റെ കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കരിയറിലെ ഏറ്റവും അപകടകരമായ ഫോമിലാണ് ഇഷാൻ കിഷൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. T20 ലോകകപ്പിൽ സഞ്ജു സാംസണിന് പകരം അവന് ഓപ്പൺ ചെയ്യാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ അത് നമ്മളെ ആരെയും അത്ഭുതപ്പെടുത്തേണ്ട കാര്യമില്ല എന്നതുകൂടി സെവാഗ് പറയുന്നു. കാരണം നമുക്ക് സഞ്ജുവിനേക്കാൾ ഒട്ടും മോശക്കാരനല്ല ഇഷാൻ എന്ന് വീരു അഭിപ്രായപ്പെടുന്നുണ്ട്. 2 വർഷത്തിലേറെ നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഇന്ത്യൻ T20 ടീമിലേക്ക് ഇഷാൻ തിരിച്ചു വിളിക്കപ്പെട്ടത്. ടീം പ്രഖ്യാപനത്തിന് മുൻപ് ഇന്ത്യൻ T20 പ്ലാനുകളുടെ 7 അയലത്ത് പോലും അദ്ദേഹം ഇല്ലായിരുന്നു. എന്നാൽ 2 കാരണങ്ങളാണ് ഇഷാനെ ടീമിലേക്ക് അപ്രതീക്ഷിതമായി നറുക്കു വീഴാനുള്ള കാരണമായി മാറിയത് എന്ന് പറയാം. ഇതിൽ ആദ്യത്തേത് ശുഭ്മൻ ഗില്ലിനെ ഒഴിവാക്കി സഞ്ജുവിനെ ഓപ്പണിംഗ് റോളിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടത് തന്നെയാണ്. ഇതോടെ സഞ്ജുവിന്റെ ബാക്കപ്പായി ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിക്കറ്റ് കീപ്പറെയും ടീമിന് ആവശ്യമായി വന്നു. നേരത്തെ ടീമിലുണ്ടായിരുന്നവ ജിതേഷ് ശർമ്മ ഈ റോളിലേക്ക് യോജിക്കില്ല. ഇതോടെയാണ് മുമ്പ് ഓപ്പണറായി മിന്നിച്ച ഇഷാനിലേക്ക് സെലക്ടർമാരുടെ ശ്രദ്ധ തിരിഞ്ഞതെന്ന് പറയാം. ഇഷാന്റെ തിരിച്ചുവരവ് എളുപ്പമാക്കിയ രണ്ടാമത്തെ കാരണം ആഭ്യന്തര ക്രിക്കറ്റിലെ തകർപ്പൻ ഫോം തന്നെയാണെന്ന് പറയാം. സമാപിച്ച സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡ് ക്യാപ്റ്റനായ അദ്ദേഹം അവിശ്വസനീയ റൺവേട്ടയാണ് നടത്തിയതെന്ന് കൂടി പറയണം. 200-നടുത്ത സ്ട്രൈക്ക് റേറ്റിൽ 500-ന് മുകളിൽ റൺസ് ഇഷാൻ വാരിക്കൂട്ടി. 2 സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നു. അതിലൊന്ന് ഫൈനലിലുമായിരുന്നു. അദ്ദേഹത്തിന്റെ സെഞ്ചുറി കരുത്തിൽ തന്നെ ജാർഖണ്ഡ് ചാമ്പ്യന്മാരാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെയാണ് ഇപ്പോൾ വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിൽ കളിക്കുന്ന ഇഷാൻ ഇതിലും മിന്നിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ആദ്യ മത്സരത്തിൽ വെറും 33 ബോളിൽ സെഞ്ചുറി കുറിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാൻ ചെയ്തത് വളരെയധികം തന്നെ പ്രധാനമായി അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. T20 ലോകകപ്പിൽ സഞ്ജു സാംസണിനെ മാറ്റി ഇഷാൻ കിഷനെ ഇന്ത്യൻ ഓപ്പണറായി പരീക്ഷിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം ഈ റോളിൽ ഇതിനോടകം തന്റെ കഴിവ് തെളിയിച്ച ആളാണ് അദ്ദേഹം. മാത്രമല്ല അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു കളിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ഇടം കൈ വലം കൈ കോമ്പിനേഷൻ ലഭിക്കുകയുള്ളൂ എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്.